ഹായ് ഗായ്സ്, ഒരു സാധനം വാങ്ങാൻ പുതിയ സ്റ്റാൻഡ് വരെ പോവുകയാണ് കേട്ടോ. നമുക്ക് സാധനം വാങ്ങി വരാം. നിങ്ങൾ വരുന്നോ എൻ്റെ കൂടെ? വരൂ, നമുക്ക് പോയിട്ട് വരാം കേട്ടോ. എന്നെ കോഴിക്കോട് വിടുന്നുണ്ട്. ഇത് കേക്കൽ അമ്പലമാണ് കേട്ടോ, ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള അമ്പലമാണത്. അപ്പോൾ ഞാൻ പുതിയ ബസ് സ്റ്റാൻഡ് എത്തി. അപ്പോൾ നേരത്തെ ആയപ്പോൾ ഞാൻ കരുതിയെങ്കിൽ പിന്നെ ഒന്ന് ഫോക്കസ് മാളിലൊന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പെട്ടെന്ന് വരാമെന്ന് കരുതി ഞാൻ ഫോക്കസ് മാളിൽ പോയി. ഫോക്കസ് മാളിലൊക്കെ പോയിട്ട് വർഷങ്ങൾ ഒരുപാടായി. അപ്പോൾ ഇതാണ് ഫോക്കസ് മാൾ കേട്ടോ. ചുമ്മാ അവിടെ ഒന്ന് കയറി, ഒന്ന് എല്ലാ ഫ്ലോറിലൊന്ന് കയറി അതേപോലെ തിരിച്ചിറങ്ങി. കണ്ടപ്പോൾ പഴയ ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ വന്നു. ഞാൻ ഷോപ്പിൽ പോയി വരുന്ന സമയത്ത്, ഷോപ്പിൽ ആദ്യം പണ്ട് കല്യാണം കഴിക്കണതിനൊക്കെ 5-6 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ ഷോപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോകുമ്പോൾ മിക്കവാറും ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് നേരത്തെ ഇറങ്ങുകയാണെങ്കിൽ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഇവിടെയൊക്കെ ഇങ്ങനെ വരുമായിരുന്നു. ഇവിടെ നിന്നായിരുന്നു സാധനങ്ങളൊക്കെ വാങ്ങലുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർക്കാൻ വേണ്ടി ജസ്റ്റ് വെറുതെ ഒന്ന് കയറി ഇറങ്ങി. മോളമ്മൻ്റെ അടുത്ത് ആക്കിയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് എല്ലാവരും ചിരിക്കുന്നു. അവരോട് ചിരിച്ചതാട്ടോ. അപ്പോൾ വരുന്ന വഴിയിൽ ഷോപ്പുകളിൽ ഇങ്ങനെ പൂച്ചക്കുഞ്ഞുങ്ങളും പട്ടിക്കുട്ടികളും കിളികളും എല്ലാം കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരൊക്കെ. അത് കണ്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് ഷൂട്ട് ചെയ്തു. കിളികളെ വാങ്ങണമെന്നുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ പാമ്പൊക്കെ വരുമെന്ന് കരുതിയിട്ടാണത് വാങ്ങാത്തത്. എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു സംഭവമാണ് പാമ്പ്. അപ്പോൾ ഞാൻ പുതിയ സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി ഗായ്സ്. ഈ ബസ്സിലാണ് പോകുന്നത്, ബിൽസാജാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിൽ കയറിയിരുന്നു. കുറേ പറഞ്ഞതുപോലെ തന്നെ ബസ് കയറിയിട്ടും കുറേ ആയി. ഹസ്ബൻഡിൻ്റെ ബൈക്കിലാണ് ഫുൾ യാത്ര. അപ്പോൾ ബസ് കയറാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു, അതും അതിലങ്ങ് കഴിഞ്ഞു. ഇവിടെ പുതിയ സ്റ്റാൻഡിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഇവിടെ തീപിടുത്തം ഉണ്ടായിരുന്നു, PRC മെഡിക്കൽ ഷോപ്പിൻ്റെ മുന്നിൽ. അത് ഞാൻ കാണിച്ചു തരാം ഗായ്സ്. മൊത്തത്തിൽ കത്തി നശിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ബസ് കയറി ടിക്കറ്റിനുള്ള പൈസ ഒക്കെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ബസ്സിൽ യാത്ര ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമാണോ? കമൻറ്റ് ചെയ്യണേ. ബസ്സിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർ, ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്നോടൊന്ന് കമൻറ്റ് ചെയ്യണേ. ദാ ഗായ്സ്, ഇവിടെയാണ് കത്തിയത്. നന്നായിട്ട് കത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ഫുള്ളും ഫോൺ കൊണ്ട് എടുക്കാൻ പറ്റില്ല. ഞാൻ ബസ്സിലിരിക്കുകയല്ലായിരുന്നോ, എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു, പക്ഷെ ഫോണിലിങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇതൊക്കെ കത്തി, അവിടെയൊക്കെ കത്തി നശിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ അതെല്ലാം ഇങ്ങനെ പഴയ പടിയിൽ എങ്ങനെ ആവുന്ന ആർക്കറിയാം, എത്ര വർഷം എടുക്കുമെന്നൊക്കെ അല്ലേ. പൈസ ഉണ്ടെങ്കിൽ പിന്നെ അതൊന്നൊരു പ്രശ്നമല്ലല്ലോ അല്ലേ. അപ്പം ഞാൻ ബസ്സിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പാട്ടൊക്കെ ഇട്ടുണ്ടായിരുന്നു ബസ്സിൽ, അതൊക്കെ കേട്ട് ഇങ്ങനെ പോയി. ഞാൻ ഇവിടെ എത്തി ഗായ്സ്. ബസ് ഇറങ്ങി, ബസ് എന്നെ ഇറക്കി അതാ പോകുന്നു. ഞാൻ വീട്ടിലേക്ക് ഇങ്ങനെ നടന്ന് പോവാണ്. എനിക്ക് നല്ല ടെൻഷനുണ്ട്, കാരണം ഈ പോയ പിറ്റത്തെ ദിവസമാണ് ഞാൻ തിരിച്ചു പോകുന്നത്. അപ്പം അതിൻ്റെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. ഇത് കേക്കല ഭഗവതി ക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീട്ടിലേക്ക് പോവാണ്. അവിടെ മോളമ്മൻ്റെ അടുത്താക്കിയിട്ടാണ് വന്നത്. ഞാൻ വീട്ടിലെത്തി. നമുക്ക് നോക്കാം, ജനാലൻ്റെ ഉള്ളിൽ കൂടെ പോയി നോക്കാം എന്താ അവിടെ പരിപാടിയെന്ന്. കളിക്കായിരിക്കും അവൾ. അപ്പോൾ എൻ്റെ കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഗായ്സ്. ഓക്കേ, ബൈ ബൈ.